പള്ളിക്കൂടം ജനറൽ സയൻസിലെ 5ാമത്തെ പാഠമാണ് പറയാൻ പോകുന്നത്. ഒറ്റയല്ലൊരു ജീവിതം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ആഹാര ശൃംഖലാജലം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല. നിങ്ങൾ ആ ഫോട്ടോ കണ്ടില്ലേ? നമ്മളിത് പണ്ട് പഠിച്ചിട്ടുണ്ട്. ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഉദാഹരണം, പുൽച്ചാടി കഴിക്കും, പുൽച്ചാടിനെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. അങ്ങനെ ആ ശൃംഖല അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം സസ്യങ്ങളാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ പ്ലവകങ്ങളാണ്. ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ഇനി ആവാസം എന്ന് വെച്ചാൽ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. എന്ന് വെച്ചാൽ ഒരുപാട് ജീവികൾ അവരൊക്കെ ജീവിക്കാൻ ആശ്രയിക്കുന്ന സ്ഥലമാണ് ആവാസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് അതൊക്കെ? വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ, ഇവയൊക്കെയാണ് അവ. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയും അജീവിയുമായ ഘടകങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇത് എക്സ്ട്രാ പറയണതാണ് കേട്ടോ ഈ ബോക്സിലൊക്കെ ഉള്ളത്. അപ്പോൾ ആഫ്രിക്കൻ മുഷി അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ ആ മുഷിനെ കാണാറുണ്ട്, സാധാ മുഷി തന്നെയാണ്. ഈ മുഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരം ആക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ഇനി അടുത്തത് ആഗോള കടുവ ദിനം. ജൂലൈ 29 ആഗോള കടുവ ദിനം. ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ പദവി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1-നാണ്. അടുത്തത് പ്രകാശ സംശ്ലേഷണം മീൻസ് ഫോട്ടോസിന്തസിസ്. അതെങ്ങനെ നടക്കുന്നത്? നമ്മുടെ കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പം ഇത്രയ്ക്കുള്ള ചിന്തിക്കാനുള്ളത്, നമ്മുടെ ഒരു സസ്യം, ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പിന്നെ സൂര്യപ്രകാശം ഇവയെ ഉപയോഗിച്ച് ഈ 3 സംഭവങ്ങൾ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അതിനെയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി ജലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ്, ഓക്സിജൻ. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ശ്വസന ഫലമായി എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോട്ടോസിന്തസിസിന് വേണ്ടി സസ്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം അത് ഹരിതകമാണ്. ഇനി അടുത്തത് ഫൈലോടാക്സി എന്ന് പറയുന്നത് ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്തെ വിന്യാസം അല്ലെങ്കിൽ ഫൈലോടാക്സി എന്ന് പറയുന്നു. ഫൈലോടാക്സി 3 തരമുണ്ട്: ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, സർപ്പിള വിന്യാസം. ഏകാന്തര വിന്യാസം എന്ന് വെച്ചാൽ ഒരു പർവ്വത്തിൽ എന്ന് വെച്ചാൽ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു തണ്ടിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലുള്ള വിന്യാസം. അവിടെ ഫോട്ടോ കണ്ടില്ലേ? അതാണ് ഏകാന്തര വിന്യാസം. ഉദാഹരണം റോസ, ചെമ്പരത്തി, മാവ്. അടുത്തത് എതിർവിന്യാസം എന്ന് പറയുന്നത് ഒരു തണ്ടിൽ നിന്നും ഇരുവശത്തേക്ക് ഓരോ ഇലകൾ എന്ന രീതിയിൽ ക്രമീകരണം. നമ്മുടെ ഈ പേര, തുളസി, തെച്ചി ഇതിലൊക്കെ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തത് 3ാമത്തെ സർപ്പിള വിന്യാസം എന്ന് പറയുന്നത് ഒരു പർവ്വത്തിൽ ചുറ്റും 3ഓ അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതി. എന്നുവെച്ചാൽ നമ്മുടെ സൂര്യകാന്തി, അരളി, പിന്നെ ഏഴിലം പാല ഇതിലൊക്കെ ഇതുപോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ: ചുവപ്പ് നിറം ആന്തോസയാൻസിൻ, ഓറഞ്ച് നിറം കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ
സുഷിരങ്ങളാണ് സൊമാറ്റോ. അപ്പം നമ്മളുടെ ഈ അന്തരീക്ഷ വായുവില്ലേ, നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുവാനും സസ്യം പുറന്തള്ളുന്ന ഓക്സിജൻ ആ പുറന്തള്ളുന്നത് ഏതിക്കൂടെയാണ്? നമ്മുടെ ഈ ഇലകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൂടെയാണ് വായു പ്രവേശിക്കുന്നതും പുറന്തള്ളുന്നതും. ഈ ചെറിയ ചെറിയ സുഷിരങ്ങളെയാണ് സൊമാറ്റ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ആർഗൺ. ഇനി എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. എന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമായിട്ട് വേറൊരു സസ്യത്തെ ആശ്രയിക്കുന്നു. ഇപ്പം നമ്മുടെ ഈ കുരുമുളകൊക്കെ അതെന്ന് പറയുന്നത് ഏതെങ്കിലും മരത്തിലേക്ക് ചുറ്റി പിടിച്ചാണല്ലോ അതിൽ കുരുമുളകുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമാണ് അവയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവയ്ക്ക് ജീവിക്കാൻ വേണ്ടി വേറൊരു വസ്തുവിനെ ആശ്രയിക്കുന്നു. അതാണ് എപ്പിഫൈറ്റുകൾ. ഇവ എന്ന് പറയുന്നത് ഇവരെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിക്കുകയും വളരാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇവ ചെറിയ വേരുകൾ എന്താണ് മരത്തിന്മേൽ പറ്റിപ്പിടിക്കുന്നു. വലിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് അവയ്ക്ക് വേണ്ട ഈർപ്പം വലിച്ചെടുക്കുന്നു. അന്തരീക്ഷം എന്നാണ് എക്സാമ്പിൾ ഓർക്കിഡുകളും മരവാഴയും. ഇനി അടുത്തതാണ് അർദ്ധപാരാദങ്ങൾ. അർദ്ധപാരാദങ്ങൾ എന്ന് പറയുന്നത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണത്വവും വലിച്ചെടുക്കുന്ന സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് അർദ്ധപാരാദങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഉദാഹരണം ഇത്തിൽക്കണ്ണിയും ചന്ദനം. എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ആഹാരം ആ മരത്തിൽ നിന്ന് തന്നെയാണ് അവരെടുക്കുന്നത്. ജലവും ആഹാരവും ഇപ്പം ചുറ്റിപ്പിടിച്ചിട്ടുള്ള ഒരു മരം ഉണ്ടല്ലോ, ആ മരത്തിൽ നിന്ന് തന്നെ അവരെടുക്കും. അതാണ് അർദ്ധപാരാദങ്ങൾ. എന്ന് വെച്ചാൽ സെമി പാരസൈറ്റ്സ്. അടുത്ത പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത് ടോട്ടൽ പാരസൈറ്റ്സ്. ഇവ എന്ന് പറയുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളിലെ പൂർണ്ണ പരാദങ്ങൾ എന്നും പറയുന്നു. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അവർ ഒരു മരത്തമ്മ ചുറ്റിപ്പിടിച്ചു. ആ ചുറ്റിപ്പിടിച്ചിട്ട് അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത് ആ മരം ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരവും ജലവും ഇവ വലിച്ചെടുക്കുന്നു. പക്ഷെ പൂർണ്ണാരം എന്ന് വെച്ചാൽ ഈ ആഹാരവും ജലവും ഈ മരത്തിന് കുറച്ച് പോഷക ഗുണങ്ങളുണ്ടല്ലോ, ആ പോഷക ഗുണങ്ങൾ കൂടി വലിച്ചെടുക്കുന്നു. അതിന് ഉദാഹരണമാണ് മോഡില്ല താളിയും റെഫ്ലേഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം അതാണ് റെഫ്ലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. ഇനി അർദ്ധപാരാദങ്ങളും പൂർണ്ണപാരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് വളരുന്ന സസ്യങ്ങളാണ് ശവോപ ജീവികൾ. എന്ന് വെച്ചാൽ ഉദാഹരണം നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. എന്ന് വെച്ചാൽ നശിച്ചു പോയ മരത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഉണങ്ങി ചീങ്ങിയ മരത്തിനൊക്കെ പൂപ്പൽ വന്ന് നിൽക്കുന്നത്, അങ്ങനെ അതാണ് ശവോപജീവികൾ. ഇനി പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് കൂണുകളൊക്കെ. പിന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പം ഇതോടെ നമ്മുടെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ കഴിഞ്ഞു. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ 2-3 ചാപ്റ്റേഴ്സൊക്കെ ഇടാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ഇടാൻ മറക്കരുത്. ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ.